I feel like I'm losing my mind. Is everybody രാത്രി 10 മണിക്കൊക്കെ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വിശന്ന് നമ്മൾ എന്താ ചെയ്യുക? അടുത്തുള്ള കടയിലാണ് പോകേണ്ടത്. അടുത്തുള്ള കടയിൽ കയറുക മാത്രമല്ല, നമ്മുടെ ബഡ്ജറ്റ് കാലിയാവാതെ കഴിക്കുക എന്നാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കാന്താരി ചിക്കൻ കിട്ടുന്ന അല്ലറബ് തട്ടുകടയിലാണ്. അപ്പോൾ ഇവിടെ കയറി ചെല്ലുന്ന സമയത്ത് എന്നോട് ഫുഡുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഫസ്റ്റ് കയറിയ സമയത്ത് തന്നെ നമുക്കൊരു നല്ലൊരു കട്ടൻ ചായയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ സ്പെഷ്യൽ മസാലയുള്ള കാന്താരി ചിക്കനുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് ഞാൻ പറയാം. എന്തായാലും ചെറിയൊരു പീസ് ഞാൻ എടുക്കാനായിട്ട് പോവുകയാണ്. ചെറിയ പീസ് എടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. കഴിച്ച സമയത്തിന് ഫസ്റ്റ് ബൈറ്റ് എടുത്ത സമയത്തിനൊരു സ്പെഷ്യൽ മസാലയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു ബൈറ്റ് കൂടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആ ബൈറ്റ് എടുക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് അരിപ്പത്തിരി വന്നിരിക്കുന്നത്. അരിപ്പത്തിരി അല്ല, പാലടയായിരുന്നു. എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ പാലടയും ഇവിടുത്തെ സ്പെഷ്യൽ മസാലയും കൂടി വെച്ചൊന്ന് കഴിച്ചു നോക്കാം. കാരണം ഇതിൽ കാന്താരി ചിക്കനാവുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ കാന്താരി എല്ലാം ഉണ്ട്. നല്ല സ്പെഷ്യൽ മസാലയൊക്കെ വെച്ച് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അന്നേരം നല്ല രീതിയിൽ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കനും കുറച്ച് മസാലയും കൂടി വെച്ചിട്ട് ആ ഒരു പീസ് അടുത്ത് ഒന്നുകൂടെ കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എൻ്റെ മോനെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റാവുന്ന രീതിയിലോട്ട് മാറും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കറിയും കൂടി പറഞ്ഞായിരുന്നു. ആ കറിയിൽ നിന്ന് ഒരു പീസ് കൂടെ എടുത്ത് ഈ ഒരു പാലടയിൽ ആ ഒരു ചിക്കൻ്റെ പീസും കൂടി ഒന്ന് ചുരുട്ടി പിടിച്ച് ഒന്ന് കഴിച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ദൈവമേ, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര നല്ല ഫുഡാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതിൽ ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരെ ആ ഒരു കാന്താരി ചിക്കനും അവരെ കറിയുമാണ്. എന്തായാലും ട്രിവാൻഡ്രത്തൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം കൂടി പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഫുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ കഴിച്ച് എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരിക്കും ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം ബൈ ഫോർ നൗ, ബൈ ബൈ. I feel like I'm losing my mind. Is everybody